ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കുറച്ചധികമായില്ലേ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. സംഭവം വീഡിയോസ് ഇട്ടിട്ട് കുറച്ചായിന്നല്ല, ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറച്ചായി. ഷോർട്ട് വീഡിയോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊക്കെ ആയിട്ട് ഇടുന്നുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല ഇടുക, ലൈഫിൽ പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഓഫീസിൽ പോവുക, വീട്ടിൽ വരിക, വീട്ടിലത്തെ കാര്യങ്ങൾ, അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എനിക്ക് അങ്ങനെ കണ്ടൻറ്റ് കാര്യങ്ങളായിട്ട് സ്പെഷ്യലായിട്ട് ചെയ്യാനൊന്നുമുള്ളൊരു കഴിവ് എനിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം, അല്ലെങ്കിൽ എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം വേറെ ഒന്നല്ല കേട്ടോ. ഇന്നിപ്പോൾ വീട്ടിൽ കുറച്ചധികം പണി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇടുന്ന ഷോർട്സ് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും, വീട്ടിലിങ്ങനെ മാർബിൾ പോളിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വേലായുധേട്ടൻ എന്താ സ്പെഷ്യലായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. പുള്ളി നല്ല, എന്താ പറയുക, നല്ല സംസാരിക്കും, ഫണ്ണാണ്, നല്ല രസമാണ് കേട്ടോ. അച്ഛനത് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര നടക്കുന്നുണ്ട്, വീടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുക, കുക്കിങ്, ക്ലീനിങ്, ബാക്കി പരിപാടീസൊക്കെ എനിക്കുള്ളത്. അപ്പോൾ രാവിലെ അവർക്ക് നമ്മൾ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു, പുട്ടും കടലക്കറിയൊക്കെ ആയിരുന്നു. അതൊക്കെ കൊടുത്തതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഫുഡാണ് ഞാൻ ഈ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ എപ്പോഴും വിചാരിക്കും, എനിക്കിപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, ഒരു 900 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിലും അതിൽ എന്നെ പരിചയമുള്ള, അല്ലെങ്കിൽ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ അതിൽ വീഡിയോസ് ലൈക്കും കമൻറ്റും ഇടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളവരെന്താ ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇടാത്തത് എനിക്കറിയില്ല. സംഭവം എൻ്റെ വീഡിയോസിന് കണ്ടൻറ്റ് അത്ര ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, അതെനിക്കറിയാം. ഞാൻ ഇടുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഡെയിലി നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ കുക്കിംഗ്, ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴോ അങ്ങനത്തെയൊക്കെയാണ് ഞാൻ ഇടുക. പിന്നെ എൻ്റെ വീഡിയോസ് ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആണെന്നുള്ളത് എനിക്കറിയാം. എന്നാലും എനിക്ക് അവരെ ഫാമിലിയിലൂടെ ആളായിട്ട് അങ്ങനെ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നടക്കുന്നില്ല, കാരണം കണ്ടൻറ്റ് തന്നെയാണ്, എനിക്കറിയാം. അപ്പോൾ അതൊക്കെ പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇടണമെന്നോ കാര്യങ്ങൾ മാറ്റം വരുത്തണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാൻ ആ ചേഞ്ചസ് വരുത്തുകയും ചെയ്യാം. അപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഫുഡ് കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ടേബിളിൻ്റെ മേലെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിലധികം ചെടി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കുറച്ചും ഉള്ളായിരുന്നു. ഇപ്പോൾ അതിലും കുറച്ചാണുള്ളത്. ഇനിയിപ്പോൾ മാർബിൾ പോളിഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നിലത്ത് കട്ട പാകിയിട്ടില്ലേ, ഇതിനൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം പെയിൻ്റ് അടിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ ഈ വീട്ടിലത്തെ സകലമാന പണിയും കാര്യങ്ങളും കഴിഞ്ഞു. എനിക്ക് ഈ ശംഖുപുഷ്പത്തിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സംഭവം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ചേച്ചി കുഴിച്ചിട്ടാണ് കേട്ടോ. പക്ഷേ എനിക്കിത് പറിക്കാനേ തോന്നില്ല. കാര്യം എന്താ വെച്ചാൽ, ഇത് ഈ ഒരു പച്ച ഇലേൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെ ഒരു വയലറ്റ് പൂവൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാണ്. ദേ പോണു അച്ഛൻ, ആൾ ഭയങ്കര ബിസിയാണ്. എപ്പോഴും ഫോൺ വരും, അല്ലെങ്കിൽ ആരെങ്കിലും വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് നടത്തും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ആൾ റെസ്റ്റ് എടുക്കാനുണ്ടോ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എന്നെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോഴിക്കോടൻ നമ്മളെ കോഴിക്കോടൻ ഭാഷയിൽ പറഞ്ഞാൽ കൊയ്പ്പേനാക്കുക, കൊയ്പ്പേനാവുക, ഭയങ്കര വെറുപ്പിക്കലേന് കേട്ടോ. അപ്പോൾ ഇന്ന് ആൾ കിടന്നുറങ്ങുമ്പോൾ ഞാനും പോയി തോണ്ടി വെറുപ്പിച്ചു. അതിന് പകരം ഇന്ന് രാത്രി എനിക്ക് കിട്ടുന്നുള്ളത് എനിക്കറിയാം, പക്ഷേ എന്നാലും ആളങ്ങനെ കിടന്നുറങ്ങണ്ട. അപ്പം അങ്ങനെ കുത്തിപ്പൊക്കിയിട്ടോ ആളെ. പിന്നെ വീടിൻ്റെ പേര് അജഞ്ചൻ എന്നാണ് ഇട്ടത്. ഞാനും ചേച്ചിയും അവസാനം അടിയാവാനുള്ളൊരു സാഹചര്യം വന്നു. കാരണം എന്താ വെച്ചാൽ, ഈ ജായല്ല ഞായും ജായാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെയാണ് എഴുതി കൊടുത്തത്. വീട്ടിൽ വെറും കുക്കിങ്ങും ക്ലീനിങ്ങും മാത്രമല്ല എനിക്കുള്ളത്. ഇവരെ ഓരോ പണിയെടുക്കുന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് വേലായതായിട്ട് എന്നെയും വിളിച്ചു. സംഭവം ആ മാർബിൾ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഓയിൽ പോളിഷ് ചെയ്യുന്നതിന് മുന്നേ ചളിയൊക്കെ പോക്കി നല്ല ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ ആ പണി ഇങ്ങനെ സൈഡിൽ കൂടെ ഞാനും ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ്, അതുകൊണ്ട് തന്നെ പണിയെടുക്കുമ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. നല്ല കാറ്റും മഴയും നല്ലൊരു ക്ലൈമറ്റും. അപ്പോൾ ആ ഒരു ഇതൊക്കെ ആസ്വദിച്ച് ഞാൻ പണിയൊക്കെ എടുത്ത് അവരെ ഹെൽപ്പ് ചെയ്തു. നിലം മൊത്തം ഒന്ന് തുടച്ചൊക്കെ കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ, അതായത് ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, മല്ലി ആ കിണറിൻ്റെ മേലെ ഞാൻ ഉണക്കാട്ടിട്ടുണ്ടായിരുന്നു. സംഭവം മഴ ചെയ്ത സമയത്ത് മറന്ന്, ഞാനും മറന്ന്, അച്ഛനും മറന്ന്. അച്ഛനാണ് അത് അവിടെ കൊണ്ടുപോയിട്ടത് ആൾ. അച്ഛനും മറന്ന്, ഞാനും മറന്ന്. ഇനിയിപ്പോൾ ഇത് വെയിലത്തിട്ട് ഉണക്കി നാളെ ഉണക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഫാനിൻ്റെ ചോട്ടിലിടേണ്ടി വരും. വേറെ വഴിയൊന്നുമില്ല. കണ്ടോ, നല്ലോണം നനഞ്ഞ് പിണ്ടിയായി, വെള്ളമൊക്കെ സൈഡിൽ കൂടെ പോകുന്ന കോലത്തിലായി. അച്ഛനാണെങ്കിൽ മഴ പെയ്യുന്നതുകൊണ്ടൊന്നുമില്ല, കിടന്ന് പണിയെടുക്കുക. ഞാൻ പറഞ്ഞ ആ മഴയൊക്കെ ചോർന്നിട്ട് പോരെ, എന്തിനാ അങ്ങനെ കഷ്ടപ്പെട്ട് മഴ കൊണ്ട് പണിയെടുക്കണേന്ന്. പറഞ്ഞ് കേൾക്കാത്തവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മഴ കൊള്ളാൻ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ മഴയൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് കൊണ്ടിട്ടു. സംഭവം എനിക്ക് മഴ കൊള്ളാൻ ഇഷ്ടമാണ്, പക്ഷേ പനി അസുഖം വരുന്ന കാര്യം ആലോചിക്കുമ്പം മഴ കൊള്ളാൻ തോന്നില്ല. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പം അവർക്ക് നല്ല ചൂടുള്ള ഏലക്കായ ഇട്ടിട്ടുള്ളൊരു ചായ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ കഴിക്കാൻ വൈകുന്നേരം പഴമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊടുത്ത് അവർ പണിയൊക്കെ കഴിഞ്ഞ് പോയി. ഇനി എൻ്റെ കുളിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചൊക്കെ വന്നതിന് ശേഷം ഞാൻ പഴം വാട്ടിയത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
സാധാരണ നമ്മൾ നെയ്യിലാണ് വാട്ടുക, ഞാൻ ബട്ടറിലൊക്കെ ഇട്ടിട്ടാണ് വാട്ടിയത്. അതേപോലെ തന്നെ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇട്ട് വാട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് പഴം ഇട്ടതിന് ശേഷം നല്ലോണം വഴറ്റിയെടുക്കണം. സംഭവം ഇതുപോലെ എനിക്കാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതായത് ഈ ഷെഫൊക്കെ ചെയ്യില്ലേ, അതായത് ഈ ഷെഫുമാരൊക്കെ ചെയ്യില്ലേ ഇതേപോലെ, എനിക്ക് എന്തോ അറിയില്ല, ഞാൻ അത് അങ്ങനെ ചെയ്ത് 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 ശീലമാക്കി എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് തേങ്ങ ചിരവാൻ മറയെന്ന് പറയുന്നത് മടിയായതുകൊണ്ട് ഞാൻ തേങ്ങ പൂണ്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാം. പിന്നെ ശർക്കരപ്പാനിയൊക്കെ കഴിഞ്ഞ ദിവസം നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നല്ല കാരമലൈസായിട്ട്, അതായത് നല്ല തേനൊക്കെ ആക്കുന്ന പോലെ ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പഴമൊക്കെ വാട്ടി അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് അവസാനം ഞാൻ പപ്പടം കൂട്ടി കഴിച്ചു. സംഭവം നല്ല കോമ്പിനേഷനായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ച് ഐസ്ക്രീമും കൂടെ ഉണ്ടായിരുന്നു ഈ പൊളിച്ചേനെ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ നൈറ്റ് ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് സകലമാന പാത്രവും കഴുകി വെച്ച് ഞാൻ പോയി കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.